നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്ത മുരുകനെ പോലെ തന്നെ നമുക്ക് കേരളത്തിലെ ആളുകളുടെയൊക്കെ പ്രാണനാണ് ഭഗവാൻ അയ്യപ്പൻ. നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ പവിത്രമായ ശബരിമലയെക്കുറിച്ച് നമ്മൾ എന്താ കേൾക്കുന്നത്? എനിക്കറിയില്ല ഭഗവാൻ അവിടെ ഉണ്ടോ എന്ന്. 1950 മെയ് 23 സാങ്കേതികമായി പറയുന്നുണ്ട്, അറിയില്ല. ആ 1950 മെയ് മാസത്തിലാണ് സന്നിധാനം അടച്ചുപൂട്ടി എല്ലാവരും തിരിച്ചു പോയപ്പോൾ നമ്മുടെ പരിപാവനമായ ശബരിമലയ്ക്ക് തീവച്ചത്. ശബരിമലയ്ക്ക് തീവച്ചു എന്ന് മാത്രമല്ല, ഭഗവാന്റെ ശിരസ് മുറിച്ചു കളഞ്ഞു, അദ്ദേഹത്തിന്റെ ഇടതുകാൽ മുറിച്ചു കളഞ്ഞു, അദ്ദേഹത്തിന്റെ ഭഗവാന്റെ രൂപത്തിന്റെ 10 വിരലുകളും മുറിച്ചു കളഞ്ഞു. അത് പിന്നീട് നട തുറക്കാൻ വേണ്ടി, മണ്ഡലമാസം കഴിഞ്ഞ് നട തുറക്കാൻ വേണ്ടി മേൽശാന്തി മല കയറി ചെല്ലുമ്പോഴാണ് ഭഗവാന്റെ ശിരസ് ഛേദിച്ച്, കാലുകൾ ഛേദിച്ച്, വിരലുകൾ ഛേദിച്ച് നമ്മുടെ അയ്യപ്പ സ്വാമിയെ അങ്ങനെ കൊല്ലാക്കൊല ചെയ്ത ചിത്രം ലോകമറിയുന്നത്. പക്ഷെ ഇന്നിപ്പോൾ എത്ര വർഷം കഴിഞ്ഞു? 50 കഴിഞ്ഞിട്ട് 2025 ഇന്നുവരെ കേരളത്തിലെ, ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തജന സഞ്ചയം വന്നു ചേരുന്ന കോടാനുകോടി ജനങ്ങളുടെ ജീവനായകനായ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം തീവച്ച് നശിപ്പിച്ച് ആ വിഗ്രഹത്തെ, ഇന്ന് നമ്മൾ അവിടെ കാണുന്ന അയ്യപ്പന്റെ വിഗ്രഹം, ശാസ്താവിന്റെ വിഗ്രഹത്തിൽ പന്തളത്തെ രാജകുമാരനായിരുന്ന അയ്യപ്പസ്വാമി ചെന്ന് വിലയം പ്രാപിച്ചു എന്ന് നമ്മൾ കരുതുന്ന ആ വിഗ്രഹമുണ്ടല്ലോ, മൂലവിഗ്രഹമല്ല, അതിനുശേഷം ഉണ്ടാക്കിയ വിഗ്രഹമാണ്. അയ്യപ്പന്റെ പരമപവിത്രമായ ആ വിഗ്രഹം തച്ചുടച്ചു വെട്ടിനുറുക്കി ശബരിമലയ്ക്ക് തീവച്ച് ഏതാണ്ട് 75 വർഷം കഴിഞ്ഞിട്ടും പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പ്രതികളെ കണ്ടെത്താനോ അവരുടെ രോമത്തിൽ തൊടാനോ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളത്തിൻ്റെ ചൈതന്യമായ അയ്യപ്പസ്വാമിയുടെ കഥയാണ് ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നത്. എന്താ? ഭഗവാന്റെ ക്ഷേത്രത്തിലെ സകലതും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാനെ വിറ്റ് തിന്നുന്ന ആളുകളുടെ കയ്യിലേക്ക് നമ്മുടെ ക്ഷേത്രം, ശബരിമല ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും മാറിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ നമ്മളൊക്കെ വലിയ കരുത്താണ്, നമ്മൾ ഇത്ര പേരുണ്ട്, ഇന്നിപ്പോൾ 6000 പേര് വന്നിട്ടുണ്ട്, നമ്മൾ വിളിച്ചാൽ 6 അല്ല ചിലപ്പോൾ 60,000 പേരെ സംഘടിപ്പിക്കാൻ എല്ലാം മാർക്കേ കഴിയും. പക്ഷേ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ആധ്യാത്മിക ചൈതന്യമായ ശബരിമലയ്ക്ക് തീവച്ചവരെ, ആ വിഗ്രഹം നശിപ്പിച്ചവരെ ഒരു പെറ്റിക്കേസിൽ പോലും കുടുക്കാൻ കഴിയാത്ത ആളുകളാണ് നമ്മൾ. നമുക്ക് വേണ്ടി ആരും പറയാനില്ല. നമ്മുടെ ഭഗവാനെ, നമ്മുടെ ദൈവത്തെ, നമ്മുടെ വിശ്വാസത്തെ വെട്ടിമുറിച്ചാൽ ഒരു ചുക്കും ഈ നാട്ടിൽ നടക്കില്ല. അങ്ങനെ ആയിരിക്കുന്നു. 50കളിലെ കേരളത്തിലെ ഹിന്ദു സമാജം എന്ന് പറഞ്ഞാൽ ഇന്നുള്ളതിനേക്കാളും വലിയ സമാജമായിരുന്നു. നമ്മൾ ചുരുങ്ങി ചുരുങ്ങി വരികയാണ്, നമ്മൾ ചെറുതായി വരികയാണ്. അപ്പോൾ ഇനി നമ്മുടെ കാലം എന്ന് പറയുന്നത് വല്ലാത്ത അരക്ഷിതാവസ്ഥയിലേക്ക് പോവുകയാണ്. 50കളിൽ നമുക്ക് കഴിയാത്തത് 2025-ലും 2030-ലും നമുക്ക് കഴിയുമോ? എനിക്ക് പ്രതീക്ഷയില്ല എന്ന് പറയുമ്പോൾ